അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ ചെറുപയറും റാഗിയൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ഷുഗർ ഉള്ളവർക്കും പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ റാഗിയും ചെറുപയറൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത്. ഇതിൽ അയൺ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ രക്തക്കുറവുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ദോശ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് ഹോൾ റാഗി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉഴുന്നെടുത്തതിൻ്റെ ഡബിളാണ് പച്ചരി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കാം. ചെറുപയറും റാഗിയൊക്കെ തുല്യ അളവിലാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. റാഗിയിലൊക്കെ നന്നായിട്ട് അഴുക്കുണ്ടാവുന്നതുകൊണ്ട് തന്നെ ഒരു 5-6 പ്രാവശ്യം വെള്ളം നല്ല തെളിയുന്ന വരെ കഴുകിയെടുക്കാം. ഇനി ഇതൊരു 4-5 മണിക്കൂർ നന്നായിട്ട് കുതിരാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മണിക്കൂറിന് ശേഷം ചെറുപയറും ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ അരച്ചെടുത്താൽ മതി. അരച്ചെടുക്കുന്ന സമയത്ത് 2-3 ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ മിക്സി അധികം ചൂടാവാണ്ട് തന്നെ മാവ് നല്ല പൊന്തി വരും. ഇനി ഇതൊരു വലിയ പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ടൊരു 6-7 മണിക്കൂർ ഫെർമെൻ്റ് ആവാനായിട്ട് വെക്കാം കേട്ടോ. നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇത് നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഞാൻ രാത്രി തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആയപ്പോഴേക്കും മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ല ചൂടായ പാനിലേക്ക് ഒഴിച്ചിട്ട് നല്ല തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിങ്ങനെ പേപ്പർ ദോശ പോലെ നല്ല നൈസായിട്ടുള്ള ദോശ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇത് നമ്മൾ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ മറിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊരു ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ദോശ തന്നെയാണിത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല, അല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിന്ന് പൊട്ടറ്റോ കറി കൂട്ടിയാണ് കഴിക്കുന്നത്. പിന്നെ നമ്മളുടെ ഉണക്കമുളക് വെച്ചിട്ടുള്ള തേങ്ങാ ചട്നിയും ഇതിൽ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റാഗി ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേബിൾ മാജിക്സ്.